പിന്നെ യൗമ അറഫ, അറഫക്ക് പേരിടാൻ കുറെ കാരണമുണ്ട്. യൗമ അറഫ ഭൂമിക്ക് പേര് തന്നെയാണ് അറഫ എന്നാണ്, ആ ദിവസത്തിന്റെ പേര് തന്നെയാണ് അറഫ എന്നാണ്. മനസ്സിലാവുണ്ടോ? ആ ദിവസത്തിന് തന്നെ പറയല് യൗമ അറഫ എന്നാണ്, ആ സ്ഥലത്തിന് എന്താ പേര് അറിയല് അറഫ എന്നാണ്. അറഫ ഭൂമി, അറഫ കുന്ന്. അപ്പൊ രണ്ടുമുണ്ട്. അപ്പൊ അറഫ എന്ന ദിവസം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്നാണ് തന്റെ സ്വപ്നത്തെ ഉറപ്പിച്ച ദിവസം എന്നാണ് മൂന്നാമത് സ്വപ്നം കണ്ടപ്പോ. പിന്നെ ഭൂമിക്ക് അറഫ എന്ന് പേര് പറയാൻ പ്രധാനമായും കാരണം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂനാ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഉമ്മ ഹവ്വ റളിയല്ലാഹു തആല അൻഹയും കൂടെ പുറത്താക്കിയിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടി എന്നാണ് ഒരഭിപ്രായം പറയുന്നത്. പല അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ. ഏതായാലും ആ പുണ്യമായ ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇനിയിപ്പോ അറഫയിൽ ചെന്നാൽ എന്താ പണിയുള്ളത്? അവിടെ പ്രത്യേക സംസ്കാരം ഉണ്ടോ? അറഫയിൽ പ്രത്യേക സംസ്കാരം ഉണ്ടോ? ഇല്ലേ, ഒന്നുമില്ല. അറഫയിൽ ആ ഭൂമിയിൽ പോയി ഒന്ന് നിൽക്കുക, അവിടെ പോയിട്ട് നിൽക്കുക, വേറൊന്നുമില്ല. എന്നിട്ട് എന്താ, അവിടെ പോയിട്ട് കരഞ്ഞ് പഠിച്ചവനോട് ദ്വാരക്കന്നെ. അതന്നെ തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ മുഴുവൻ അങ്ങോട്ട് പുറത്ത് കിട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്ന ദിവസമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വെള്ളിയാഴ്ച ഒരുമിച്ച്, അടുത്ത വെള്ളിയാഴ്ച ക്ലാസ്, അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് 3 മണിക്ക് തുടങ്ങണം. 3 മണിക്ക് തുടങ്ങണം. എല്ലാ കൊല്ലം നമ്മൾ 3 മണിക്ക് നോമ്പുണ്ടാവും ചെയ്യും. അതിന് അസ്രക്ക് ചാടിച്ചും വേണ്ടല്ലോ, എളുപ്പം തുടങ്ങാനോ. മനസ്സിലാണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, കുറച്ച് നമുക്ക് എന്ത് ചെയ്യാ, കുറച്ച് ദിക്റും ദുആയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യാം, നമ്മള് മഗ്‌രിബോട് കൂടെ പിരിയല. ഞാൻ എന്തിനാ ഒരാഴ്ച മുമ്പ് പറയണ വെച്ചാലേ, നിങ്ങള് 2 ദിവസം പറയണ എനിക്ക് പറ്റിയെന്ന്. കാരണം എന്ത് ചെയ്ത്, ഞാൻ പല സാധനം കൊണ്ടേ കൊടുത്തിട്ടില്ല എന്ന് പറയും. അത് ചെയ്ത് വെച്ചിട്ടില്ല, ഇത് ചെയ്ത്, അങ്ങനെ പറയണ്ട. നമ്മളിതൊക്കെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹജ്ജിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബിന്റെ പേരാണ് കിതാബുൽ ഈലാഹി ഫീ മനാസിക്കിൽ ഹജ്ജ്. ആ കിതാബിന്റെ ഒരു ഭാഗത്ത് ഒരു ഫർഇട്ട് പറയുന്നുണ്ട്, അത്തഅരീഫു ബിഗൈരി അറഫാത്തിൻ എന്ന് പറഞ്ഞാൽ ആർക്കെടുത്ത് വെക്കാം. നമ്മളിപ്പോ നമുക്ക് സ്വന്തമായിട്ട് പ്രത്യേക സ്വഭാവമൊന്നുമില്ല. ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് മാത്രം അറഫാ സംഗമം എല്ലാവർക്കും വേണ്ടിയാണ്. നമുക്കവിടെ പോവാൻ കഴിഞ്ഞില്ല, എല്ലാ കൊല്ലത്തും പോകാൻ കഴിയണ്ടേ അല്ലേ? അതൊക്കെ അങ്ങനെ കാണുമ്പോൾ മനുഷ്യങ്ങനെ പ്രകമ്പനം കൊള്ളല്ലേ പോകായിട്ട്. ഇന്ന് ഇവിടുന്ന് ദ്വാരക്കന്നെ, നിങ്ങട് വരാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്ക് വരരുന്നത് ദ്വാരക്കന്നെ. നിങ്ങട് വരാൻ പറ്റിയില്ലെങ്കിൽ സംഗമമില്ല എന്നല്ല അർത്ഥം. അപ്പൊ എന്ത് ചെയ്യാ, പരമാവധി അത് ഉപയോഗപ്പെടുത്താനേ ശ്രദ്ധിക്കുക. അങ്ങോട്ട് വന്നാൽ നമുക്ക് കൂടെ എന്ത് ചെയ്യാ, കുറച്ചു നേരം ഒക്കെ ചെല്ല. പൊരിന്നാണെങ്കിൽ കുറച്ച് 100 ഇസ്തിഗ്ഫാർ ചെല്ല. ഇസ്തിഗ്ഫാർ വലിയ പ്രധാനമുള്ളതാണ്. ഇസ്തിഗ്ഫാർ ചെല്ല. പിന്നെന്ത് ചെയ്യാ, 100 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, 100 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. പിന്നെ ദുആർക്കന്നെ, പിന്നെയും ചെല്ല, പിന്നെയും ദുആർക്ക. ഇങ്ങനെ അങ്ങോട്ട് പോവന്നെ, മുന്നോട്ട് പോവന്നെ. ഇതന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സമയമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നമ്മളെ വീട്ടില് അതിൻ്റെ ഒക്കെ ഒരു വലിയ ഒരു പെരുന്നാൾ എന്ന സന്തോഷം തന്നെ ആയിരിക്കണം. പെരുന്നാൾ തന്നെ നമ്മളൊക്കെ ഒരു മാറ്റം വരുത്തണം, ഒരു സന്തോഷമാണ്. ഇതെന്ത് ചെയ്യും, നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോകും. എന്നും നമുക്ക് സിയാർത്താണ്. കാരണം കുട്ടികളും പെണ്ണുങ്ങളും പെരയിലിരിക്കുക തന്നെയാണ്. കാരണം അതുപോലെ ആ പരിപാടി ശരിയാവില്ല. മനസ്സിലാണ്ടോ? നമ്മൾ അവരെ കൂട്ടിയിട്ട് കുടുംബത്തിലൊക്കെ ഒന്ന് പോകണം. അവർക്കൊരു ആപ്പ് ഏറ്റവും മിനിമം ഒന്ന് കൂടി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ തയ്യാറാവണം. മനസ്സിലാവുണ്ടോ? പഴയ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനയുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ ഒറ്റ കഴിക്കലില്ല അല്ലേ? ഓർമ്മയില്ല നിങ്ങൾക്ക്? ഒരു വായൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിലാണുള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പൊ വായൻ്റെൽ എന്തായി, ഡ്യൂപ്ലിക്കേറ്റ് ആയില്ലേ? ആലോചിച്ചു. അതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റില്ലേ? നിങ്ങളെന്താ കാണാത്തരിയാണ്? അതും ഡ്യൂപ്ലിക്കേറ്റാണ്. മനുഷ്യന്മാർ ഡ്യൂപ്ലിക്കേറ്റ് ആയ മാതിരി തന്നെ അതും ഡ്യൂപ്ലിക്കേറ്റാണ്. എന്നാൽ അതൊന്ന് വിട്ട് ഒറിജിനലിലേക്ക് ഒന്ന് മാറുക. അതിന് പേരിൽ വായൊക്കെ വെച്ചോണ്ടിട്ടാ മറ്റുള്ളവർ തോട്ടത്ത് പോയി മുറിച്ചണ്ടേ ഒക്കെ പറയാൻ നല്ല അവകാശമുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് ഒഴിവിനനുസരിച്ചൊക്കെ ചെയ്യലുണ്ട്, വെയ്ക്കണമാതിരി. അപ്പൊ എന്ത് ചെയ്യാ, അക്കണോ മുറിച്ചു കൊടുന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിലിട്ടാ. എന്നിട്ട് എന്ത് ചെയ്യാ, നല്ല മട്ടത്തിൽ മക്കളെയും കുട്ടികളൊക്കെ കൂട്ടി ഇരുന്ന് തിന്ന്
തന്നെ. അവരും കൂട്ടിയിരുന്ന് കുടുംബത്തിലൊക്കെ പോവാ. വെറും ഭാര്യ വീട്ടിൽ മാത്രം പോയാൽ പറയാം. ഭാര്യ വീട്ടിൽ പോകണ്ടെന്നല്ല ഞാൻ പറയണത്. ഞാൻ ഏറ്റവും ഇത് മനസ്സിലാക്കണ്ട. എല്ലായിടത്തും പോവാനെ. ഇളാമാടി മൂത്തമ്മാടി അല്ലേ. മൻസിലത്തിൽ ഉമ്മീന. മൂത്തമ്മ ഉമ്മാന്റെ സ്ഥാനത്താണ്. തൊട്ടാവുന്ന മുറിയിലാന്ന് മാത്രല്ല, മൂത്തമ്മാനെ കാണണം, ഇളാമാനെ കാണണം. ഓലൊക്കെ പോയി തന്നെ. മനസ്സിലാവണ്ടോ? നമ്മളിങ്ങനെ 3-ആർക്കും 8-ആർക്കും വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. മനസ്സിലാവണ്ടോ? പെരക്കാരെ മുഴുവൻ പെരയിലാക്കല്ല. അതൊക്കെ നമ്മൾ അവരും പങ്കി പൊയ്ക്കോളി, കുഴപ്പമില്ല. അതിന്റെ ഒക്കെ ഇജാവുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് കുടുംബത്തെയും കൂട്ടി പോവന്നെ. പല കുട്ടികളുടെ പോവന്നെ. അന്നല്ലേ പിറ്റേന്ന് പോകണം. ഒരു സന്തോഷം അവർക്കൊക്കെ ഉണ്ടാവണം. ഒരു പെരുന്നാള് ജീവിതത്തിലെ ഓർമ്മകളായി നിലക്കണം. അപ്പൊ ഈ ഇരിക്കണ ഇവർക്ക് ഒക്കെ ഇതിൽ കുറെ ആളുകൾക്കൊക്കെ അല്ലെ അന്നൊരു പിടി മട്ടത്തിന് വാരി തിന്നതായിരിക്കും വലിയ അനുഭവം. ഇവരോടൊക്കെ ചോദിച്ചറിയാം. നമുക്കൊന്നും പത്ര ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അതുവരെ ഉണ്ടാവില്ല. പെരുന്നാൾക്ക് ചോറ് കഴിച്ചാൽ കിട്ടുന്നു. നമുക്കത് ചിന്തിക്കാൻ കഴിയുണ്ടോ? ചിന്തിക്കാൻ കഴിയില്ല. ചോദിച്ചറിഞ്ഞോ കൊണ്ട് നിങ്ങൾ വയസ്സന്മാരെ കിട്ടുമോ ചോദിച്ചറിഞ്ഞെങ്കിൽ അന്ന് ഏറ്റവും വലിയ പെരുന്നാൾക്ക് പള്ളാർച്ച് ചോറ് കഴിച്ചാൽ കിട്ടും. അവിടെ ചെന്ന് അവിടുന്ന് കുറച്ച് പായസം കിട്ടും, ഇവിടുന്ന് കിട്ടും. അന്ന് വൈകുന്നേരം മുതൽ പള്ള നല്ല റെഡിയോ. തിരിച്ചു അല്ലാന്നൊന്നും പറയണ്ട കേട്ടോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ബറക്കത്ത് എന്ന് പറയുന്ന സാധനമാണ്. തന്നെ ബർക്കത്ത് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ബർക്കത്തിന് വേണ്ടി പിന്നെയും ദ്വാരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേശ്ശൊക്കെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓറ്റം കൂടി മരിച്ച കഴിഞ്ഞു ഇതൊന്നും ചോദിക്കാറുണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു എയറായി തോന്നിയില്ലേ? നിങ്ങളൊരു ടൗൺ പള്ളിയിൽ ഒന്ന് പോയിട്ട് നോക്കി അല്ലേ? ഞാൻ ഇന്നലെ ഞങ്ങളെ വിസ്കരിച്ച ആ പള്ളിയിൽ കണ്ടില്ലേ? ആരാളുള്ളത്? വലിയൊരു പള്ളി. ഇനി ഉള്ളവർക്കേനെ തിരക്കല്ലേ? ഓല അപ്പ വാച്ച് നോക്കി നീച്ചു. അഹമ്മത്തിനൊന്നും വരക്കാൻ നേരില്ല. ബർക്കത്ത് നിനക്ക് ഒരു സലാം വിട്ട് 2-ാം സലാം വിട്ട്. അത് ജുമാക്ക് മാത്രമല്ല എല്ലായിടത്തും. ആരത് ചോദിക്കണ്? ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ചോദിക്കാൻ ഒരാൾ വേണ്ടേ? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഈ ബർക്കത്തൊക്കെ ഉണ്ടാവണം. ഈ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുക, യാത്ര പോവുക, സന്തോഷിപ്പിക്കുക. കുടുംബത്തിനും മക്കൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവണം പരമാവധി. നമ്മൾ കുറെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം പോരാ. നല്ല സന്തോഷകരമായ കുറച്ച് ചരിത്രങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും വേണ്ടതാണ്. പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ആകുമ്പോൾ അവസരമുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഒരു സ്വതസിദ്ധമായ നിലയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം ഒന്ന് ആദരിക്കാന്, കൂട്ടത്തിലൊന്ന് കഴിക്കാന് സ്നേഹം നല്ലോണം ഉണ്ടാവുന്നു. നല്ലോണം സ്നേഹം ഉണ്ടാവുന്നു. അത് അങ്ങനെയാണ് അതിന്റെ ഒരു കമ്പയറിങ്. അങ്ങനെ പെട്ടെന്ന് എന്താവും ആയിട്ട് വരും. അപ്പൊ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം. നമ്മളെ പരിപാടി ഭംഗിയാവണം. എല്ലാവരും ഉണ്ടാവണം. എല്ലാരെയും ഓർമ്മപ്പെടുത്തണം പരമാവധി. ഇവിടെ ചണപ്പ നടത്താൻ ഉദ്ദേശിക്കുന്നത് അജര സംഘം വിടച്ച ഇവിടെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകൾ. നമ്മൾ ഒന്നും ആരും ആയിട്ടല്ല, പക്ഷെ എന്നാലും ഒരുപാട് ഖൈറുകൾ ഞാൻ അങ്ങനെ ചിലപ്പോൾ ആലോചിക്കലുണ്ട്. ഇവരുണ്ടായാലില്ലെങ്കിലും നമ്മൾ പറയലുണ്ട്, ജനങ്ങളോടും പറയലുണ്ട്. എത്രമാത്രം ഖൈറുകളാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഖൈറിന് നാന്തി കുറിക്കാൻ കഴിഞ്ഞെന്ന് വെക്കുക. എന്തായാലും കുറ്റം ഒന്നുമില്ല. നമ്മളൊന്ന് കൂടി ദ്വാരുന്ന് എല്ലാവരും ആ ഓർമ്മയിൽ അങ്ങോട്ട് പോയാൽ നോമ്പൊക്കെ തുറന്ന് വീട്ടിലേക്ക് പോയി വേഗം അവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയി അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. പിന്നെ പെരക്കാരോടൊക്കെ പെരുന്നാൾ നിസ്കരിക്കാൻ പറയണം. നമ്മളെ പെരക്കാരോടൊക്കെ ഇനി നിസ്കരിക്കാൻ വയ്യെങ്കിലും ഓരോ പെരുന്നാളിൻ്റെ നെയ്യത്ത് വെച്ച് കുളിക്കാൻ വേണ്ടി പറയണം. നമ്മൾ കുളിക്കണം. കുളിക്കാൻ കുറെ സോപ്പും കുറെ എണ്ണ മാത്രം ചെലവാക്കിയാൽ പോരാ. നെയ്യത്ത് വെച്ച് കുളിക്കണം. എല്ലാം ഫർളും സുന്നത്തിനും ഒക്കെ അങ്ങനെയാണ്. അല്ലേന്ന് ഒരു നമ്മളെ PIK ഉസ്താദ് പന്നിത്തട, തൃശ്ശൂർ പന്നിത്തടത്താണ് മൂപ്പര വീട്. മൂപ്പര അല്ലേന്ന് പറഞ്ഞേ 16 കൊല്ലമായിട്ട് കുളിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 16 കൊല്ലമായിട്ട് കുളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 5, 16, 31 വയസ്സായി. ഗൾഫിൽ വന്നാണേ. അപ്പൊ ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോ അയാൾ കുളിക്കാൻ വേറെ നെയ്യത്തൊക്കെ ഉണ്ടോ? ഞാൻ ഈ കാലം വരെ നെയ്യത്ത് വെച്ച് കുളിച്ചിട്ടില്ല കേട്ടോ. പ്രായപൂർത്തിയായിട്ട് ഈ കാലം വരെ നെയ്യത്ത് വെച്ച് കുളിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങള്.
ഒരു ഭാഗത്തും സ്വീകരിച്ചിട്ടുണ്ടാവില്ലോ. ഈ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. പറലിന്റെ നീയത്തേനെക്കണം, നിർബന്ധത്തിന്റെ നീയത്തേനാണ്, സുന്നത്തിന്റെ കുഴിട്ടണം. നമ്മൾ വെറുതെ കുളിച്ചാലും പഠിച്ചോ കൂലിയരല്ലേ. നിങ്ങൾ വൈന്ദ തകയ്യൂരി നഫ്സി എന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈന്ദ തകയ്യൂരി നഫ്സി എന്താ? വേർത്തൊട്ടണ നേരത്ത്, വിയർത്തൊട്ടണ നേരത്ത് കുളിക്കൽ സുന്നത്തുണ്ട്. മനസ്സിലാവുണ്ടോ? നമ്മള് സൈറ്റിലൊക്കെ പോയി ഒന്ന് ക്ഷീണിച്ച് ഇനിയിപ്പോ കുറച്ച് വെള്ളം വരാ, നെയ്യത്ത് വെക്കണം, ഞാൻ എൻ്റെ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്നു, നെയ്യത്ത് വെച്ച അതിനും കൂലി അവിടെ രേഖപ്പെടുത്തി. കുളിക്കാൻ പോണീന് കൂലി, വരണീന് കൂലി, വെള്ളം ചെലവഴിക്കണീന് കൂലി ഒക്കെ കിട്ടി. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഒഴിവാക്കേണ്ട ആവശ്യമുള്ളത്? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരക്കാരോട് പറയണം, നെയ്യത്ത് വെച്ചെന്നെ കുളിക്കണം. വലിയ പെരുന്നാളിനുള്ള കുളി അത് പാതിരാവ് മുതലുണ്ട്. പാതിരാവ് മുതൽ തന്നെ രാത്രിയുടെ പകുതി മുതൽക്ക് കുളിക്കൽ സ്വഹീഹാകുന്നു. അവിടെ മുതൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോണവരെ കുളിക്കാം. അപ്പൊ ആ നേരത്തെ നമ്മൾ കുറച്ച് നേരത്തെ പോകേണ്ട ആളാന്ന് വെക്കുക. എന്ത് ചെയ്യാ? നേരത്തെ കുളിച്ച് പോകും. സുബൈന്റെ മുമ്പേനെ പോണെന്ന് വെക്കുക. എന്നാ കുളിച്ചിട്ട് പോവാൻ. ജുമാക്ക് അങ്ങനല്ല, ജുമാക്ക് സുബൈന് ശേഷം കുളിക്കാവും. അപ്പൊ പെരുന്നാൾക്ക് അത്രയും പുണ്യുണ്ട്. അവിടെ പറയുന്നോടത്ത് പ്രത്യേകം നിസ്കരിക്കാൻ പറ്റാത്ത പെണ്ണാണ് നെയ്യത്ത് വെച്ച് കുളിക്കണം എന്ന് പറഞ്ഞ അതിനെ ആദരിക്കാനാ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളെ പെരുന്നാൾ. എന്തായിരിക്കണം? ഒരു ദീനി ചിട്ടയിലും ഒരു ഉന്മേഷത്തിലും ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിതൊക്കെ ചെയ്ത് നമ്മളെ കുട്ടികളെ മനസ്സിലാണ്ട് ഉറച്ച് കിട്ടിയാൽ അല്ലേ. എനിക്ക് ഇത്തരം സന്ദർഭമൊക്കെ വരുമ്പോ എൻ്റെ വല്യപ്പാരെങ്ങനെ ഓർമ്മ വരും. കാരണം ഓരോ പരന്റെ തിണ്ടുമട കൊടുന്ന് ഇരുത്തും നമ്മളെ. ഓലും ചെല്ലണുണ്ടാവും, നമ്മളും ചെല്ലണം. ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ചെല്ലണില്ലേ ദേഷ്യപ്പെടും. എന്താടാ തക്ബീറും ചെല്ലാത്തത്? പെരുന്നാളല്ലേ. ഇന്നിപ്പോ നിങ്ങളെ പെരയിൽ ചോദിച്ചാൽ എന്താടാ തക്ബീറും ചെല്ലാത്ത? കുട്ടികളെ നമ്മളെ മുഖത്ത് പോകുന്നത് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ? അന്ന് അതിനവസരല്ലേ ഒരു ചൊല്ലിക്കൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ നമ്മളാണ് മാതൃകയാവേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നടത്തത്തിലും ഇരുത്തത്തിലും വഴിയിലും ഒക്കെ എന്ന് പറഞ്ഞ എന്തിനാണ്? അത് ചെല്ലാൻ വേണ്ടി തന്നെ. അപ്പൊ നമ്മൾ കുട്ടീനെ അങ്ങാടി പോകണൊക്കെ വണ്ടിപ്പോ ഇങ്ങനെ പോകണം, തെക്കുപേര് ചൊല്ലിക്കണ്ട പോണേ. അപ്പൊ കുട്ടി വിചാരിക്കണം എന്റെ വാപ്പ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഏതന്നെയാണ് തെക്കുപേരും. അപ്പൊ തെക്കുപേർ വലിയൊരു കാര്യപ്പെട്ട സംഭവമാണ് എന്ന്. വീട്ടിലെത്തി വീട്ടിലും അങ്ങനെ തന്നെ പരമാവധി ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് വർക്കത്തിന് വേണ്ടി 2 വരി പറയണം. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടില്ല.